എല്ലാവർക്കും നല്ല നമസ്കാരം. നമ്മുടെയൊക്കെ നാടിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ നാടിനൊരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ ഭീഷണാശാലികളായ വലിയ വിപ്ലവകാരികളായ വലിയ പോരാട്ടങ്ങൾ നാടിനു വേണ്ടി നയിച്ച ചരിത്ര നായകർ ഇപ്പോഴും മറഞ്ഞു നിൽക്കുന്നുണ്ട്. ജനങ്ങളുടെ പ്രീതി പറ്റിയ വലിയ ആവേശത്തോടുകൂടി പ്രസംഗിക്കുന്ന നമ്മുടെ നാട്ടിലെ അത്തരത്തിലുള്ള ചരിത്ര നായകരെ നമ്മൾ എത്ര പേർ ഓർക്കുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കൊരട്ടി ഗ്രാമത്തിൽ അത്തരത്തിൽ വലിയ ഇടപെടലുകൾ നടത്തിയ രണ്ട് നേതാക്കന്മാരുണ്ടായിരുന്നു. അതൊന്ന് സഖാവ് ഒ കെ അബ്ദുൽ ഖാദർ, രണ്ട് സഖാവ് പി എം കുട്ടൻ. എന്താണ് ഇവർ നടത്തിയ പ്രവർത്തനങ്ങൾ? 1962 ഒരു കമ്പനി തൊഴിലാളിയായി എടപ്പള്ളിയിൽ നിന്ന് വന്ന് ഈ കൊരട്ടിയിലെത്തി. കൊരട്ടിയിൽ CPIM പ്രസ്ഥാനത്തിൻ്റെ സംഘാടകനും പ്രഭാഷകനും വിപ്ലവാവേശ പ്രസംഗങ്ങളിലൂടെയെല്ലാം ജനങ്ങളുടെ സർവ്വതോത്മകമായ പ്രീതി പിടിച്ചു പറ്റിയ സഖാവ് ഒ കെ അബ്ദുൽ ഖാദർ 1962 ഐതിഹാസികമായ ഭക്ഷ്യസമരത്തിൽ വളണ്ടിയറായി പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ച് വലിയ പോരാട്ടം നടത്തി അസംഘടിതരുടെയും കർഷക തൊഴിലാളികൾക്കും കർഷകർക്കും വേണ്ടി വലിയ പോരാട്ടങ്ങൾ നയിച്ച സഖാവ് പി എം കുട്ടൻ. ഈ രണ്ടുപേരുടെയും അനുസ്മരണം സാരപക്ഷ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ അനുസ്മരണം ആചരിക്കുകയാണ്. ഈ മെയ് 11 ഞായറാഴ്ച 3:30 കൊരട്ടി വില്ലേജ് ഓഫീസിന് അടുത്തുള്ള വളപ്പി അന്നം ഹാളിൽ വെച്ചിട്ടാണ് ഈ അനുസ്മരണ പരിപാടി നടക്കുന്നത്. ഈ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിച്ചിരിക്കുന്നത് ആദരണീയായ വടകരയിലെ MLA KK രമ അവറുകളാണ്. ജീവിതം കൊണ്ട് തന്നെ ഒരുപാട് രാഷ്ട്രീയ അനുഭവങ്ങൾ, ജീവിതത്തിൽ പലതും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഏറ്റുവാങ്ങിയ KK രമ എനിക്ക് തോന്നുന്നു ചാലക്കുടി നിയോജകമണ്ഡലത്തിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. അത് സഖാവ് ഒ കെ അബ്ദുൽ ഖാദറിൻ്റെയും സഖാവ് പി എം കുട്ടൻ്റെയും ഓർമ്മകൾ ജ്വലിച്ചു നിൽക്കുന്ന ഈ അനുസ്മരണ പരിപാടിയിലേക്കാണ് സഖാവ് KK രമ എത്തുന്നത്. അതുപോലെ തന്നെ ഇതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് മാധ്യമ സമ്പാദകനും മിന്നൽ പിണർ പോലെ എതിരാളികളുടെ ചോദ്യത്തിനു മുന്നിൽ സത്യത്തിൻ്റെ വലിയ ജ്വാല കണക്കെ ജ്വലിച്ചു നിൽക്കുന്ന MM പിയേഴ്സനാണ്. ഈ രണ്ടുപേരെയും നമുക്ക് നേരിട്ട് കാണാൻ അവരുടെ പ്രഭാഷണം ശ്രവിക്കാം. അതോടൊപ്പം തന്നെ ഒരു കാലഘട്ടത്തിൽ കൊരട്ടി ഗ്രാമത്തിൻ്റെ ചരിത്ര പുരുഷന്മാരായ സഖാവ് ഒ കെ അബ്ദുൽ ഖാദറിൻ്റെയും സഖാവ് പി എം കുട്ടൻ്റെയും ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിക്കാം. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സംഘാടകൻ ശ്രീ TP സുധീർ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം ഈ പരിപാടിയെപ്പറ്റി കൂടുതൽ വിവരിക്കുന്നതായിരിക്കും. ഒ കെ അബ്ദുൽ ഖാദർ, അതുപോലെ തന്നെ സഖാവ് പി എം കുട്ടൻ, ഇവർ രണ്ടുപേരും തന്നെ വളരെ പ്രയാസകരമായ സാഹചര്യങ്ങളിലൂടെ ജീവിതാവസ്ഥയിലൂടെയും കടന്നു വന്ന് ത്യാഗനിർഭരമായ പ്രവർത്തനം നടത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊട്ടിയിലെ ഒരു വൻശക്തിയാക്കി മാറ്റുന്നതിൽ അവരുടെ നിസ്തുലമായ പ്രവർത്തനം ഉണ്ടായിരുന്നു എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ്. ആ രണ്ടുപേരെയും ജീവിതാന്ത്യത്തിൽ അവർക്ക് നേരിടേണ്ടി വന്ന കടുത്ത അവഗണനയും കൊരട്ടിയിലെ പൊതുസമൂഹം ഇതിനോടകം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത്തരം വ്യക്തിത്വങ്ങൾ ഒരു കാരണവശാലും വിസ്മൃതിയിലായിക്കൂടാ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാരപക്ഷ സാംസ്കാരിക സമിതി ഇത്തരമൊരു പരിപാടി, ഒരു അനുസ്മരണം എന്ന നിലയിൽ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ തവണത്തെ അനുസ്മരണ പരിപാടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ നിയമസഭയ്ക്കകത്തെ വേറിട്ട MLA ആയിട്ടുള്ള, വാസ്തവത്തിൽ പലരും തിരിച്ചറിയാത്ത കാര്യമാണ്, കേരളത്തിലെ നിലവിലുള്ള വ്യവസ്ഥാപിത മുന്നണികളോടൊപ്പം സഖാവ് KK രമ എന്ന് പറയുന്ന വടകരയുടെ MLA ഇല്ല. LDFലോ UDFലോ ഇല്ലാത്ത വേറിട്ട ബ്ലോക്കിൻ്റെ പ്രതിനിധിയായി നിയമസഭയ്ക്കകത്ത് ആ വ്യതിരിക്തത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളുമായി നിയമസഭയെ അഭിസംബോധന ചെയ്യുന്ന ആളാണ് സഖാവ് KK രമ MLA. അവർ പങ്കെടുക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ തവണത്തെ പരിപാടിക്കുണ്ട്. മാത്രമല്ല, കേരളത്തിലെ മാധ്യമ സമ്പാദ രംഗത്ത് മൂർച്ചയേറിയ വാക്കുകളുമായി പലപ്പോഴും അപ്രിയമായ സത്യമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്ന സത്യം അപ്രിയമാകുന്നു എന്നുള്ളതുകൊണ്ട് പലപ്പോഴും വേട്ടയാടപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം. ശ്രീ NM പിയേഴ്സൺ മുഖ്യ പ്രഭാഷണം നടത്തുന്നു. വിവിധ കക്ഷി നേതാക്കൾ ആ യോഗത്തിൽ സംബന്ധിക്കും. ആ പരിപാടിയിൽ കൊരട്ടിയിലെ ജനാധിപത്യ വിശ്വാസികളാകെ ഇത് അറിയാൻ കഴിഞ്ഞ, ഈ പരിപാടിയെ സംബന്ധിച്ച് അറിയാൻ കഴിഞ്ഞുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും പങ്കെടുക്കണമെന്നുള്ള താല്പര്യം ഞങ്ങളെ അറിയിച്ചത് വളരെ സന്തോഷപൂർവ്വമാണ് ഞങ്ങളത് സ്വീകരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വൻ വിജയമാക്കി ഈ അനുസ്മരണ പരിപാടി മാറ്റി തീർക്കാൻ എല്ലാവരുടെയും പിന്തുണയും സഹായവും ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ആ പരിപാടിയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു.